കോളിക്കടവ് ഇ.കെ. നായനാർ സ്മാരക വായനശാല ആഭിമുഖ്യത്തിൽ SSLC+2 വിജയികൾക്കും സൗത്ത് ഇന്ത്യ ഗുസ്തി മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ നിഹാരിക ഷൈജുവിനും അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M.V. സരള ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് M. സുമേഷ് അധ്യക്ഷത വഹിച്ചു. K. ഷൈബു, ബാബു കാറ്റാടി, V.K. പ്രേമരാജൻ, പ്രീത ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. 10ാം ക്ലാസ്സിൽ അതുപോലെ തന്നെ +2-ന് ഏറ്റവും കൂടുതൽ മാർക്ക് അങ്ങനെയാണിപ്പോൾ A+ മുഴുവൻ A+ കിട്ടിയവരെ ആദരിക്കുക. അങ്ങനെയെല്ലാമുള്ള ചടങ്ങുകളാണ് നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്നത്. എന്നാൽ ഈ വായനശാല ഗ്രന്ഥാലയം ഈ വായനശാല പരിധിയിലുള്ള 10ാം ക്ലാസ്സും അതുപോലെ തന്നെ +2 പാസ്സായ മുഴുവൻ പേരെയും ആദരിക്കുന്നതിന് വേണ്ടിയാണ്, അനുമോദിക്കുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യ തലത്തിൽ ഗുസ്തി മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള നിഹാര ഇവിടെ നടക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നല്ല രീതിയിൽ പഠനം നടത്തി ഏറ്റവും കൂടുതൽ മാർക്കോടുകൂടി നമുക്ക് വിജയിച്ചു വരുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ അതെല്ലാം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി നമ്മുടെ പുതുതലമുറക്ക് സാധിച്ചു എന്നുള്ളതാണ്. നേരത്തെയൊക്കെ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇന്ന് ഈ 10ാം ക്ലാസ്സും +2 കഴിഞ്ഞവർ അവരുടെ അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അന്നൊക്കെ 4ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല പഠിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു സൗകര്യവും അന്നുണ്ടായിരുന്നില്ല. വലിയ ദാരിദ്ര്യമായിരുന്നു. സ്കൂളുകളിലുള്ള സൗകര്യങ്ങളെല്ലാം വളരെ പരിമിതമായിരുന്നു. ഏറെ പ്രയാസം അനുഭവിച്ചാണ് അന്നത്തെ നമ്മുടെ മുൻഗാമികൾ പഠനം നടത്തിയത്. സ്കൂളുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാം ഓലമേഞ്ഞ സ്കൂളുകൾ ഉണ്ടായിരുന്നു. നിരവധിയായിട്ടുള്ള അങ്ങനെയുള്ള സ്കൂളുകൾ ഉണ്ടായിരുന്നു. ഇരിക്കാനൊരു ബെഞ്ച് പോലും സൗകര്യം, ഒരു ബെഞ്ച് ഡെസ്ക് എന്ന് പറയാൻ പോലും പറ്റില്ല, ഒരു ബെഞ്ച് പോലും ഇല്ലാത്ത സാഹചര്യം. ഏജന്റ് ന്യൂസ്.